ഇന്ന് ഞങ്ങൾ ഏറ്റുമാനൂരുള്ള അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോയായിരുന്നേ. അവിടെ കുറച്ച് നാരകവും കുറച്ച് വഴുതനയും കുറച്ച് പച്ചമുളകും എല്ലാം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇതവിടുത്തെ നാരകമാണേ, നിറയെ നാരങ്ങ. ഞാൻ കുറച്ച് അവിടെ ഇവിടെ എല്ലാം നോക്കി പഴുത്തിട്ടുണ്ടോയെന്ന്, 2-3 പഴുത്തിട്ടുണ്ടായിരുന്നു. അത് പറിച്ചെടുക്കുകയും ചെയ്തു. പണ്ട് വീട്ടിൽ വല്യമ്മയൊക്കെ പാടുമായിരുന്നേ, നാരകം നട്ടിടം നാരി ഭരിച്ചിടം മുടിഞ്ഞു പോകുന്നു. എന്തൊക്കെ തെറ്റിദ്ധാരണയല്ലേ മനുഷ്യർക്കുള്ളത്. ഇത് നിറച്ച് കായ്ച്ച് കിടക്കുമായിരുന്നേ. ഞാൻ ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ചാണകപ്പൊടിയോ അങ്ങനെ എന്തൊക്കെ ഇടുന്നുള്ളൂ, അങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്. പക്ഷെ നിറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു. മിക്കതും പച്ചയായിരുന്നേ. പഴുത്തത് അങ്ങനെ ഒരു 2-3 അത്രയൊക്കെ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം പച്ചയായിരുന്നു. ആ നാരങ്ങയും പറിച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ ചക്ക കായ്ച്ച് കിടക്കുന്നത് കണ്ടത്. പ്ലാവിൽ നിറച്ച് ചക്ക ഉണ്ടായിരുന്നു. അപ്പം ചക്ക കണ്ട വിടത്തില്ലല്ലോ, അതുകൊണ്ട് ചക്ക വേണമെന്ന് പറഞ്ഞു. അവിടെ അച്ഛനുണ്ടായിരുന്നുകൊണ്ട് അച്ഛൻ ഒരു ചക്കയും മുറിച്ച് തന്നു. കുഞ്ഞി പ്ലാവ, എന്നാലും നല്ലോണം ചക്കയുണ്ട്. ഇത് കണ്ടിട്ട് ആരും കണ്ണു വെക്കല്ലേ. ചക്കയും പറിച്ച് വണ്ടിയിലിട്ട്. ചക്ക ആയിക്കഴിഞ്ഞാൽ മിക്കവാറും വീട്ടിൽ ചക്ക വിഭവങ്ങളായിരിക്കും അപ്പടി. ഇന്ന് ഞങ്ങൾ വന്നത് പ്രമാണിച്ച് അവിടെ ചക്ക വേവിച്ചായിരുന്നു. പോരാത്തതിന് ചക്കത്തോരൻ. ഇതെൻ്റെ ഇഷ്ട വിഭവമാണേ. ഇതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ അപ്പച്ചിയുടെ സ്പെഷ്യൽ സാമ്പാർ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പച്ചിയുടെ സാമ്പാർ. പിന്നെ എന്തെങ്കിലും കുറിച്ചിമീൻ പറ്റിച്ചതുണ്ടായിരുന്നേ. ഇതും ഭയങ്കര ടേസ്റ്റ്, ചക്കയുടെ കൂടെ തിന്നാനായിട്ട് കുറിച്ചിമീൻ പറ്റിച്ചത്. പിന്നെ ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് കുറച്ച് ചക്കയും കൂടെ വേവിച്ചായിരുന്നു. പിന്നെ കുറച്ച് ചോറും ഉണ്ടായിരുന്നേ. എന്നാൽ ഞാനത് ലവണം കഴിച്ചേക്കാമെന്ന് ഓർത്ത് ചോറും ചക്കയും സാമ്പാറും പപ്പടവും ചക്കത്തോരനും കുറിച്ചിമീൻ പറ്റിച്ചതും കുറച്ച് അച്ചാറും എല്ലാം കൂടി എടുത്ത് നല്ല സ്വാദിഷ്ടമായ ഫുഡ്, നല്ല സൂപ്പറായിട്ട് ശേഷം വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു.